അങ്ങനെയുള്ള പരാമർശങ്ങൾ ഷാക്കിർ എന്തായാലും ഞാൻ നേരത്തെ പി സിയോട് ചോദിച്ചതുപോലെ ഈ പേരിൽ മുസ്ലിം എന്നുണ്ട്, പക്ഷെ നിങ്ങൾ എങ്ങനെയാ മതേതര പാർട്ടിയായി മാറുന്നത്? കാരണം ഒരു മതവും മതസൗഹാർദ്ദത്തെ അംഗീകരിക്കുന്നില്ല. മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം ഒരു മതവും അംഗീകരിക്കുന്ന കാര്യമല്ല. ഇത് പച്ചക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതല്ല, പി സിയോട് പറഞ്ഞ കാര്യം ശരിയാണ്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുകയാണെങ്കിൽ, ക്രിക്കറ്റ് മത്സരം നടക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിക്കുന്ന, ഇന്ത്യയുടെ വിക്കറ്റുകൾ വീണാൽ കൈയടിക്കുന്ന വലിയൊരു വിഭാഗം മലപ്പുറത്ത് ഇല്ലേ? ആ യാഥാർത്ഥ്യം തള്ളിക്കളയാൻ പറ്റുമോ ഷാക്കിർ? പക്ഷേ ഞാൻ ഇതിനെ ശക്തമായിട്ട് എതിർക്കണമല്ല. ഇങ്ങനൊരു വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട്. തലയിൽ ഇടി വീഴണേ ദൈവമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പി സി ജോർജ് എന്ന് പറയുന്ന വർഗീയ വിഷം തുപ്പുന്ന ഞങ്ങളോട് പാകിസ്ഥാനിൽ പോകാൻ തന്റെ ഇന്ത്യ എങ്ങനെ ഇരിക്കണം? ഓട്ടിച്ചിട്ട് പണ കോണിക്ക് താളിയുടെ ജോലി. അങ്ങനെ അപരാധമാണ് മൈരുകളെ കാണിച്ചു വെച്ചേക്കുന്നത്. ഞാൻ എങ്ങനെ ഉണ്ടാക്കൂടാ? അങ്ങനെയുള്ള പരാമർശങ്ങൾ ഞാൻ നിന്റെ തൊണ്ട രാജ്യത്ത് മാന്യമായി ജീവിക്കുന്ന ആളുകളെ കുറിച്ച് വെറും വൃത്തിയായിട്ട ചെറുക്കൻ, അലവലാതി ചെറുക്കൻ. കേരളത്തിൽ എന്ത് കേസ് എന്റെ പേരിൽ എടുത്താലും ശരി, നിന്റെ മൂക്കിനെ ഇടിച്ച് പരിപ്പാക്കും എന്ന് പറഞ്ഞു. അത് എവിടെ വെച്ച് കിട്ടിയാലും കൊടുക്കുകയും ചെയ്യും. വാങ്ങി തെരഞ്ഞെടുക്കപ്പെട്ട ആളായി പറയുന്നത്. നിങ്ങൾ പി സി ജോർജ് നോക്ക്, ശ്രീ അനിൽ നമ്പ്യാർ, ഈ പി സി ജോർജ് അവസാനമായി കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ ആരുടെ വോട്ടിലെ ജയിച്ചത്? SDP-യുടെ വോട്ടിലല്ലേ? വിടുക. ഇപ്പൊ വേറെ വല്ലതും ഉണ്ടോ ചോദിക്കുക? മോശമായി പോയി. വേറെ വല്ലതും ഉണ്ടോ ചോദിക്കാൻ? ബൈ. ഇപ്പോ അവിടെ ഇദ്ദേഹത്തിന്റെ വർഗീയ വിഷം തുപ്പുന്ന നിലപാട് കാരണം ഹൈന്ദവ മത വിശ്വാസികളും ഇസ്ലാം മത വിശ്വാസം എല്ലാവരും തൂക്കി എറിഞ്ഞപ്പോ ഇതവൻ കൊണ്ടുപോയിട്ടാ എഡ്യൂക്കേഷൻ അങ്ങനല്ല. ശബരിമലയിലേക്ക് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പെണ്ണുങ്ങളെ കയറ്റാൻ പോയപ്പം ഞാൻ എതിർത്തു. എന്തിനു വെറുതെ അത്തരം പ്രയോഗങ്ങൾ നടത്തുന്നു? അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ മുസൽമാനോട് പാകിസ്ഥാനിൽ പോകാൻ നീയാണല്ലോ കോടതി ഓടാമേര്. വളരെ മോശമായി പോയി. അയാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ, പക്ഷെ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ മോശമായി പോയി. നീ ഇപ്പൊ വിളിച്ച് സോറി പറഞ്ഞേക്കാം. പി സി ജോർജിന്റെ വായിൽ കിടക്കുന്ന തെറി കേൾക്കാൻ ഇരിക്കുകയാണോ ഞങ്ങള്? അതല്ലല്ലോ. അതിനോട് യോജിപ്പില്ല. ഷാക്കിറായാലും പി സി ആയാലും എനിക്ക് യോജിപ്പില്ല. പ്ലീസ് പി സി അവൻ എന്നെ പറ്റി എന്നെ വൃത്തികേടാ പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ ചീത്ത വിളിച്ചവനെ. കാക്കാന്റെ സ്വഭാവം ഇതാ, നീ നുണ പറയുക. ഞാൻ നിന്റെ തന്തയാടാ, തന്ത. അയ്യോ, ഒരാളുടെ തന്തയ്ക്കാണ് എന്റെ ഒരു ആശ്വാസം.